ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്താണ്, ഡീആക്ടിവേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ടിവേറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ നെക്സ്റ്റ് ഒരു പോർഷനിലോട്ട് വരികയാണെങ്കിൽ ഞാൻ ഇവിടെ ഓർത്തോ പാരാ ഡയറക്റ്റിംഗും ഇവിടെ മെറ്റാ ഡയറക്റ്റിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കി നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്കൊരു ബെൻസിയം റിംഗ് എടുക്കാം. ഈ ബെൻസിയം റിംഗ് ഞാൻ എന്ത് ചെയ്തു, ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയിട്ടുള്ള CN ആഡ് ചെയ്തു. ഇനി ഒരു ഇലക്ട്രോൺ ഫിലിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഇവിടെ അപ്രോച്ച് ചെയ്യാൻ ഇതിന്റെ അടുത്തോട്ട് വരികയാണ്. അത് അപ്രോച്ച് ചെയ്യാൻ വരുമ്പോൾ തന്നെ അതിന് പല സ്ഥലത്ത് വേണമെങ്കിൽ പോയിട്ട് അപ്രോച്ച് ചെയ്യാം. വേണമെങ്കിൽ ഇവിടെ ചെയ്യാം. ഇതും സെയിം ആണ്. പക്ഷെ അങ്ങനെ എടുത്താലും 3 പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ ഓരോ പേരിട്ട് വിളിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഒന്നുമില്ലെങ്കിൽ അറിയില്ലെങ്കിൽ കുഴപ്പമില്ല. തൊട്ടപ്പുറത്തുള്ളത് ഓർത്തോ, ഒരെണ്ണം വിട്ട് കിടക്കുന്നത് മെറ്റ, നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നുണ്ടാണ് പാരാ. ഇതിലും എന്താ പറയണമെന്ന് വെച്ചാൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ് അതിന്റെ അപ്പുറത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ഇലക്ട്രോഫിലിക് ഗ്രൂപ്പ് വന്നിട്ട് മെറ്റാ പൊസിഷനിലോട്ടാണ് ആഡ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മെറ്റാ ഡയറക്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതേ സമയം ഇലക്ട്രോൺ ഡൊണേറ്റ് ഗ്രൂപ്പിന്റെ കാര്യത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ CN പകരം ഞാൻ OCH3 ആണ് കണക്ട് ആക്കുന്നുണ്ടെങ്കിൽ ഇവിടെയോ പോയിട്ടാണ് എന്തുണ്ടാവുക, നമ്മുടെ ഇലക്ട്രോഫൈൽ പോയിട്ട് കണക്ട് ആവുക. ഓക്കെ, അതിന്റെ റീസൺ എന്താണെന്നുണ്ടെങ്കിൽ അത് റെസൊണൻസ് സ്ട്രക്ചർ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഇതിപ്പോൾ വേറൊരു കാര്യം കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് കൊണ്ടാണ് ഞാൻ അത് ഇതിൽ എഴുതാത്തത്. വേറൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് പറഞ്ഞതിന് അതിലോട്ട് വരുന്നതിന് മുമ്പ് ഈ ഒരു സംഭവം നിങ്ങൾ നോക്കുക. ഈ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായ ഇതിന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് പക്കയാണ് അർത്ഥം. ഇതിന്റെ ഓർഡർ ആണത്. ചിലപ്പോൾ ഇത് തന്നെ ചോദിക്കാറും ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ സാധനങ്ങളൊക്കെ തന്നിട്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ ഓർഡർ എഴുതാനായിട്ട് പറയും. ഈ ഓർഡർ ഒന്ന് നിങ്ങൾക്ക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ആ 4 മാർക്ക് സിമ്പിൾ ആയിട്ട് ടപ്പടന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇതുവരെ ഈ സാധനങ്ങൾ എന്താണ്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് എന്താണ്, നടുക്കത്ത നമ്മുടെ ബെൻസിയം കിടക്കണം. പിന്നെ അപ്പുറത്ത് കിടക്കുന്ന ഏതാണ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ആണ്. അപ്പൊ അതിൽ തന്നെ അതിന്റെ സ്ട്രെങ്ത് വെച്ചിട്ടും നിങ്ങളൊന്ന് ഓർക്കുക, ഏറ്റവും ഇലക്ട്രോൺ വിഡ്രോയിങ് സ്ട്രെങ്ത് ഉള്ള സാധനം NO2 ആണ്. മെയിൻ ആയിട്ട് ഈ എക്സാംസ് തന്നെ ചോദിക്കാറുള്ളൂ. ഓക്കെ, അതിൽ തന്നെ ഒരു ട്രിക്കി സാധനമുണ്ട്. ഈ ഹാലോജൻ കണ്ടോ, ലൈക്ക് നമ്മുടെ CL. ഈ CL പ്രത്യേകത ഉണ്ട്. അത് കീമിക് ക്വസ്റ്റ്യൻ ഉള്ളവർക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ്, ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് മെറ്റാ ഡയറക്റ്റിംഗ് ആണെന്ന്. പക്ഷെ CL കാര്യത്തിൽ ഇത് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, ഇഷ്ടം പോലെ നമ്മുടെ ഹാലോജൻസിന്റെ കാര്യത്തിൽ ഇവർക്ക് ലോൺ പെയർ ഉണ്ട് 3 എണ്ണം. അപ്പൊ അത് എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങോട്ട് ചാടി കളിക്കും. ആ ചാടി കളിക്കുന്നതുകൊണ്ടാണ് ഇത് -I. അതായത് ഇത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കാരണം ഇലക്ട്രോണിനെ വലിക്കാൻ നോക്കിച്ചാലും കുറച്ചങ്ങോട്ട് കൊടുക്കേണ്ടിയും വരും. അത് കാരണം ഇത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിലും ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. മറക്കരുത്, ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അവർക്ക്. പിന്നെ ഒരു ആഡ് ഓൺ പോലെ, ഒരു ടിപ്പ് പോലെ പറയാനുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അസിഡിറ്റിയും ബേസിസിറ്റിയും അതിന്റെ ഓർഡർ ഇഷ്ടംപോലെ ക്വസ്റ്റൻസ് ഗെയിമിൽ കാണാനാണ്. അതിൽ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗപ്പെടുത്താൻ പറ്റും. സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ അസിഡിറ്റി പറഞ്ഞിട്ട് H+ കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. H+ കൊടുത്ത് അവിടെ നിന്നുണ്ടാവും ഒരു മൈനസ് ചാർജ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എൻ്റെ കുറെ വീട്ടിൽ പത്രം വരുത്തുന്നുണ്ട് എല്ലാ ദിവസവും. കുറേ പത്രം വന്നാൽ അപ്പോൾ പത്രം എടുക്കൊരു ചേട്ടൻ വന്നാൽ ആൾ എനിക്ക് കാശും തരും, എൻ്റെ വീട്ടിൽ നിന്ന് സാധനം ഒഴിഞ്ഞു കിട്ടും. എനിക്കും നല്ലതാണ്, ആൾക്കും നല്ലതാണ്. അതേ സംഭവം ഇവിടെ നടക്കുന്നത്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആസിഡിന്റെ H പോയി കഴിഞ്ഞുള്ള നെഗറ്റീവ് ചാർജിനെ അത് സ്റ്റെബിലൈസ് ചെയ്യും. അപ്പൊ എന്താവും, ബെറ്റർ ആസിഡ് ആയിരിക്കും. അപ്പൊ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുള്ള സാധനങ്ങൾ എന്താണ്, അസിഡിറ്റി കൂടുതലായിരിക്കും. അതും ഈ ഒരു ഓർഡർ ഫോളോ ചെയ്യും. അത് ഒന്ന് മൈൻഡിൽ വെക്കുക.